വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 11-ാം അധ്യായം വിശ്വരൂപദർശന യോഗത്തിൽ നാം പ്രവേശിക്കുകയാണ്. 10-ാം അധ്യായം വിഭൂതി യോഗത്തിലൂടെ നാനാവിധ നാമരൂപങ്ങളിലുള്ള ജഗത്ത് ഏകനായ പരമാത്മാവിലാണ് നിലകൊള്ളുന്നത് എന്നും പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം പരമാത്മാവിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്ന വിഭൂതികളാണ് എന്നും അർജുനന് പറഞ്ഞുകൊടുത്തു. പ്രപഞ്ചത്തെ മുഴുവൻ ധരിച്ചിരിക്കുന്ന ഏകനായ പരമാത്മസ്വരൂപത്തെ കാണാൻ അർജുനൻ ആഗ്രഹിക്കുന്നു. ഈ എപ്പിസോഡിലൂടെ 11-ാം അധ്യായത്തിലെ 1 മുതൽ 14 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അർജുനൻ്റെ വാക്കുകൾ കേൾക്കാം. മന്യസേ യദി തച്ഛക്യം മയാ ദൃഷ്ടുമിതി പ്രഭോ യോഗേശ്വരാ തതോ മേ ത്വം ദർശയാത്മാനമവ്യയം. ഭഗവാനെ, അങ്ങയുടെ വിഭൂതികളെല്ലാം ഉൾക്കൊള്ളുന്ന രൂപം കാണാൻ എനിക്ക് യോഗ്യതയുണ്ട് എന്നങ്ങ് കരുതുന്നുവെങ്കിൽ ദയവായി ആ ദിവ്യരൂപം കാണിച്ചു തരണമേ എന്ന് വിനയത്തോടെ അർജുനൻ അപേക്ഷിക്കുന്നു. ഭഗവാന്റെ വാക്കുകൾ കേൾക്കാം. പശ്യമേ പാർത്ഥാരൂപാണി ശതശോധ സഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച ഏകൈകസ്തം ജഗത്കൃഷ്ണം പശ്യാദ്യ ചരാചരം മമ ദേഹേ ഗുഡാകേശാം യച്ഛാന്യം ദ്രഷ്ടുമിച്ഛസി. അർജുന, പലവിധത്തിലും പല രൂപത്തിലും ആയിരക്കണക്കിലുള്ള ദിവ്യരൂപങ്ങൾ എൻ്റെ ദേഹത്തിൽ ഒന്നിച്ച് സ്ഥിതി ചെയ്യുന്നത് നീ കണ്ടാലും എന്നാൽ നിൻ്റെ കണ്ണുകൾ കൊണ്ട് എൻ്റെ ദിവ്യരൂപം കാണാൻ സാധ്യമല്ല. നിനക്ക് എൻ്റെ വിശ്വരൂപം കാണുന്നതിന് വേണ്ടി ദിവ്യമായ ചക്ഷുസ് ഞാൻ പ്രദാനം ചെയ്യാം. നതു മാം ശക്യസേ ദൃഷ്ടും അനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷുഃ പശ്യമേ യോഗമൈശ്വരം. ദിവ്യമായ കണ്ണെന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നാം പുറം ലോകത്തെ കാഴ്ചകളാണ് കാണുന്നത്. നാം കാണുന്ന കാഴ്ചകളെക്കുറിച്ചുള്ള അറിവ് തരുന്നത് മനോബുദ്ധികളാണ്. മനോബുദ്ധികളെ പ്രകാശിപ്പിക്കുന്നതാകട്ടെ ഉള്ളിലെ ആത്മചൈതന്യമാണ്. അഹങ്കാരം മമതൈവ പൂർണ്ണമായും ഇല്ലാതായി ഈശ്വര ചൈതന്യം തെളിഞ്ഞു മിന്നുന്ന ഹൃദയത്തിൽ മാത്രമേ ദിവ്യമായ അറിവ് പ്രകാശിക്കുകയുള്ളൂ. ഈ അറിവാകുന്ന പ്രകാശത്തെയാണ് ദിവ്യചക്ഷുസ് എന്നും ജ്ഞാനചക്ഷുസ് എന്നും ഭഗവാൻ പറയുന്നത്. കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ എന്നാണ് ആത്മചൈതന്യത്തെ ഹരിനാമ കീർത്തനത്തിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ഈ ദിവ്യമായ ചക്ഷുസ് നേടിയ അർജുനൻ ഭഗവാന്റെ വിശ്വരൂപം ദർശിക്കാൻ യോഗ്യനായി. സർവചരാചരങ്ങളും ഈശ്വരനിൽ ഒന്നിച്ചു കുടികൊള്ളുന്ന കാഴ്ച ഭഗവാൻ അർജുനന് പ്രത്യക്ഷപ്പെടുത്തി കൊടുത്തു. ഇവിടെ സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് തുടർന്നുള്ള ശ്ലോകങ്ങൾ വേദവ്യാസ മുനി എഴുതിയിരിക്കുന്നത്. സഞ്ജയൻ ആരാണ് എന്നും സഞ്ജയന് ഗീതോപദേശ രംഗം കാണാൻ എങ്ങനെ സാധിച്ചു എന്നും നമുക്ക് മനസ്സിലാക്കാം. സഞ്ജയൻ വേദവ്യാസമുനിയുടെ ശിഷ്യനും ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ സാരഥിയും സേവകനുമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പരമഭക്തനുമാണ്. മഹാഭാരത യുദ്ധത്തിന് മുമ്പ് വേദവ്യാസമുനി ധൃതരാഷ്ട്ര മഹാരാജാവിനെ കണ്ട് ലോക നന്മയ്ക്ക് വേണ്ടി യുദ്ധം തടയണം എന്ന് ഉപദേശിക്കുന്നു. എന്നാൽ രാജാവ് അതിന് തയ്യാറാകുന്നില്ല. സ്വന്തം പുത്രനായ ദുര്യോധനൻ്റെ ഇഷ്ടപ്രകാരം യുദ്ധം നടത്താൻ തീരുമാനിക്കുന്നു. അപ്പോൾ അന്ധനായ നിനക്ക് കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ യുദ്ധം കാണാൻ ദിവ്യദൃഷ്ടി നൽകാമെന്ന് വ്യാസമുനി രാജാവിനോട് പറയുന്നു. തനിക്ക് യുദ്ധരംഗങ്ങൾ കാണാൻ മനഃശക്തിയില്ല എന്നും സഞ്ജയന് ദിവ്യദൃഷ്ടി നൽകണമെന്നും രാജാവ് മുനിയോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ശ്രീകൃഷ്ണഭക്തനും ശുദ്ധഹൃദയനുമായ സഞ്ജയൻ ഭഗവത്ഗീതോപദേശം
കാണുകയും കേൾക്കുകയും ചെയ്ത് ആ ദിവ്യരംഗത്തിന് സാക്ഷിയാകുന്നു. സഞ്ജയൻ്റെ വാക്കുകൾ കേൾക്കാം. മഹായോഗേശ്വരോ ഹരി ദർശയാമാസ പാർത്ഥായ പരമം രൂപം ഐശ്വരം. ഹേ രാജൻ, മഹായോഗേശ്വരനായ ഹരി അർജുനന് ദിവ്യരൂപം കാട്ടിക്കൊടുത്തു. തുടർന്ന് ദിവ്യരൂപത്തിനെ വർണ്ണിക്കുന്നു. അനേകവക്ത്രനയനം അനേകാത്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം ദിവ്യമാലാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. ഹേ രാജൻ, മഹായോഗേശ്വരനായ ഹരി തൻ്റെ രൂപത്തെ അർജുനന് കാണിച്ചു കൊടുക്കുന്നു. പ്രപഞ്ചം മുഴുവനും മുഖവും കണ്ണുകളും ഉള്ളതും ദിവ്യമായ മാലകളും ആഭരണങ്ങളും വസ്ത്രങ്ങളും ധരിച്ചതും ദിവ്യമായ ആയുധങ്ങൾ കൈകളിലേന്തിയതും സുഗന്ധലേപനങ്ങൾ പൂശിയിട്ടുള്ളതും പ്രകാശസ്വരൂപമായ വിശ്വം മുഴുവൻ മുഖങ്ങളുള്ള വിശ്വരൂപം അർജുനൻ കാണുന്നു എന്ന് സഞ്ജയൻ വിവരിക്കുന്നു. ഇവിടെ സഞ്ജയൻ യോഗേശ്വരൻ, മഹായോഗേശ്വരൻ എന്നാണ് ശ്രീകൃഷ്ണനെ പറയുന്നത്. യോഗം എന്ന് വെച്ചാൽ കൂടിച്ചേരുക. ജഗത്ത് മുഴുവൻ ഒന്നിച്ച് കൂടിച്ചേർന്നിരിക്കുന്ന ദിവ്യമായ വിശ്വരൂപം എന്നർത്ഥം. തത്രൈകസ്തം ജഗത്കൃഷ്ണം പ്രവിഭക്തമനേകദാ അപശ്യ ദേവദേവസ്യ ശരീരേ പാണ്ഡവസ്തദാ പ്രണമ്യ ശിരസാ ദേവം കൃതാഞ്ജലിഃ അഭാഷത. നാനാവിധ നാമരൂപങ്ങളോട് കൂടിയ ജഗത്തിനെ വിശ്വരൂപത്തിൽ ഒന്നിച്ച് കണ്ട രോമാഞ്ചപുളകിതനായി അർജുനൻ നമ്രശിരസ്കനായി തൊഴുകൈകളോടെ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങുന്നു. തുടർന്ന് അർജുനൻ്റെ സ്തുതികൾ കേൾക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.